കിടക്കുന്ന മാരുതി പോയായിരുന്നെങ്കിൽ പൈസ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ആ വണ്ടി വന്നിട്ട് എത്ര ദിവസമായി പറഞ്ഞു പോകുന്നില്ല. ചിലപ്പോൾ വൈകിട്ടാണെങ്കിൽ പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം ഒരു ടീം വരാമെന്ന് പറഞ്ഞു. വൈകിട്ട് കിട്ടിയിട്ട് കാര്യമില്ലളിയാ. ഞാൻ തങ്കത്തിനെ റെഡിയാക്കി അവിടെ നിൽക്കാൻ പറഞ്ഞേക്കുവാ. യൂണിഫോം ഇതൊക്കെ വാങ്ങാനേ. പക്ഷേ ഇതിങ്ങനെ അവളായിരിക്കും. അവള് തന്നെ. തങ്കം മീറ്റിംഗ് കഴിഞ്ഞില്ല. ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഞാൻ വിളിക്കാം അങ്ങോട്ട് വിളിക്കാം. വിളിക്കാന്ന് മീറ്റിംഗ് കള്ളത്തരം പറയുന്നതിന് ഒരു കുറവില്ല. ഞാൻ പൈസ ഉണ്ട് ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല നടനാണ്. അത്യാവശ്യം കാണണം പറഞ്ഞത്. അതെ നടരായ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാലും ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നമാണ് കണ്ടത്? സ്വപ്നത്തില് നീ ഇങ്ങനെ എൻ്റെ വീട്ടിൽ വന്നിട്ടേ എനിക്ക് കുറെ പൈസ കടമായിട്ട് ഇങ്ങനെ കൊണ്ട് തന്നു. അപ്പൊ ഞാൻ കടമായിട്ടാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ നീ കടമായിട്ടല്ല, ഇത് ക്ലിറ്റ നേതാവ് വെച്ചോന്നും പറഞ്ഞ് എന്നെ കൊണ്ട് തന്നിട്ട് പോയി. അപ്പൊ രാവിലെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ വിളിച്ചെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു 10-15,000 രൂപ എടുക്കാനുണ്ടോ നിന്റെ കയ്യിൽ? എടുക്കാനില്ല. കിട്ടൂല്ല. വേറെ ഒന്നുമല്ല, ഒരു 2 ദിവസത്തെ കഴിഞ്ഞിട്ട് അങ്ങ് എടുക്കാം. ഉരുപ്പടിയില്ല. ഭാര്യ ഉണ്ടോ വീട്ടില്? ഭാര്യയുണ്ട്. അവളെ കഴുത്തിൽ നിറയെ ഉരുപ്പടിയെ കിടന്ന് എന്ത് ചെയ്തു? അതൊക്കെ അവളെ ആങ്ങളെ വാങ്ങിച്ചോണ്ട് പോയി. ആങ്ങളെ? അവൾക്ക് ആങ്ങളെന്നല്ല, ഒരു പെണ്ണല്ലേ ഉള്ളൂന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത്? അവളെ ചിറ്റപ്പന്നെ പോയി. നീ കൂടുതൽ പുതിയ ബന്ധമൊന്നും ഉണ്ടാക്കണ്ട കേട്ടാ. ഞാൻ കഷ്ടകാലത്തിന് ഒരു സ്വപ്നം കണ്ടുപോയി, അതുകൊണ്ട് നിന്നെ ഒന്ന് വിളിച്ചു എന്നുള്ളതാണ്. നീ ചെല്ല്. ഇനി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം ദൈവത്തിന് നോക്കി നല്ലതായിട്ട് പ്രാർത്ഥിച്ച് കിടന്നുറഞ്ഞു സ്വപ്നങ്ങളൊന്നും ഇങ്ങനെ കാണൂല. പിന്നെ ചെല്ല്. നിനക്ക് എന്താ അത്യാവശ്യം ഉണ്ടല്ലോ? അത്യാവശ്യം. ചെല്ല്. ഇവന് അത്യാവശ്യം ബുദ്ധിയൊക്കെ വെച്ച് തുടങ്ങി കേട്ടാ. അത് എനിക്കും കുറച്ച് ദിവസമായിട്ട് തോന്നി തുടങ്ങി. ബുദ്ധി ഉദിച്ചിട്ടുണ്ട്. നീ യവനെ പാർട്ടിയിൽ വെച്ചിരുന്നാൽ നമുക്ക് ദോഷമാവും. അതായത് ഇവ ഇരിക്കുന്ന കമ്പ് മുറിക്കുന്നവരാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. പുതിയ നടരാജന്മാരെ കണ്ടെത്തേണ്ടിയിരിക്കും. ഇനിയിപ്പോൾ എന്താണ് വഴിയെന്ന് പറയലിയാ? ഇനിയിപ്പോൾ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ അളിയാ നമ്മുടെ മറ്റേ ജ്യൂസ് കിടക്കാനല്ലേ? ഏത് അളിയാ? നമ്മുടെ മറ്റേ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ബംഗാളി ഇല്ലേ? അവന് ഈ ചെറിയ പലിശയുടെ ഒക്കെ പരിപാടിയുണ്ട്. അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. അതെ, അവൻ എങ്ങനെയെങ്കിലും ഒന്ന് അവനോട് സംസാരിച്ചിട്ട് ഒരു 15,000 രൂപ ഉടനെ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാം. അളിയ 15,000 രൂപ നടക്കൂല. അവനെ സംബന്ധിച്ചൊന്നും മാക്സിമം പോയാൽ 5,000 രൂപ നടക്കും. അതിനപ്പുറം ഒന്നും അളിയും സംസാരിച്ചാൽ അത് നടക്കും. നീ എങ്ങനെയെങ്കിലും സംസാരിച്ച് റെഡിയാക്കി. അളിയ ഇത് സംസാരിച്ച് ശരി റെഡിയാക്കി ഇത് ആര് കൊടുക്കൂല? അത് നമുക്ക് കൊടുക്കാം. ഞാൻ കൊടുക്കാം. ഇച്ചിരി പൈസ എനിക്ക് വരാണ്ടേ? അളിയ കുറേ നാളായിട്ട് അളിന് പൈസ വരും. അളിയ ആ പണി എൻ്റെ അടുത്ത് പറയണ്ട. പിന്നെ ഞാനത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരാം. പക്ഷേ അളിയ വേറെ പ്രശ്നം എന്താണെന്നറിയാമോ? അളിയ 1000 രൂപയ്ക്ക് 900 രൂപ വന്ന് എടുക്കുള്ളൂ. അതായത് ഈ 5,000 രൂപയ്ക്ക് 4,500 കൈ കിട്ടും. എന്നാലും കുഴപ്പമില്ല. നീ എനിക്ക് ഒരു 10,000 ആയിട്ട് മേടിച്ചാ? ഇല്ലില്ല, 5,000 ഞാൻ ഗ്യാരണ്ടി നമുക്ക് സംസാരിക്കും. നീ വിചാരിച്ചാൽ നടക്കോളെ? നീ സംസാരിച്ചാൽ നടക്കും. നടക്കാത്ത കാര്യം നടക്കുന്നു പറയല്ലേ? Alien versus Alien.